ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, ഏവർക്കും സ്വർഗാരോഹിതനായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സ്നേഹവും അനുഗ്രഹവും ആശംസിക്കുന്നു. തൻ്റെ ഇഹലോകവാസത്തിൻ്റെ പൂർത്തീകരണവും വിജയകിരീട മഹത്വമണിയലുമാണ് ഓരോ സ്വർഗാരോഹണ തിരുനാളും നമ്മെ ഓർമ്മപ്പെടുത്തുക. തൻ്റെ പിതാവിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണത്തിലൂടെ ജാതനായ ക്രിസ്തു മനുഷ്യരൂപം സ്വീകരിക്കുകയും ഭൂമിയിൽ അവതരിക്കുകയും അതോടൊപ്പം തൻ്റെ പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ലോകത്തിൻ്റെ ദൈവവും ഭൂമിയുടെ ഉപ്പുമായി തീർന്നുകൊണ്ട് തൻ്റെ ദിവ്യതാതനിലേക്ക് കരേറ്റപ്പെടുന്ന സുദിനമാണ് സ്വർഗാരോഹണ തിരുനാൾ. അയക്കപ്പെട്ടവൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് വിളിക്കപ്പെട്ട ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആനയിക്കുന്ന സുവർണ ദിനമാണ് ഇന്ന്. ക്രിസ്തു തൻ്റെ ജീവിത മാതൃകയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു സ്നേഹ സന്ദേശമുണ്ട്. അതെന്താണെന്നോ, സ്വജീവിതം മാതൃകയാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷ വേല ചെയ്യുവാൻ നമ്മോട് കൽപ്പിക്കുന്ന ഒരു പ്രത്യേക വിളിയാണത്. താൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നുണ്ടെങ്കിലും തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടു പോകുവാൻ ദൈവജനതയോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അവരെ അതിനായി പ്രാപ്തരാക്കിക്കൊണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്. ഇന്ന് ക്രൈസ്തവനെന്ന് അഭിമാനത്തോടെ പറയുന്ന നാം ഓരോരുത്തരും ഈ വിളി സ്വീകരിക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അവനെ സ്വജീവിതത്തിലേക്ക് അനുകരിച്ചുകൊണ്ട് നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും അവൻ നമുക്കായി നൽകിയ സ്നേഹ സന്ദേശം ഈ ലോകത്തിനായി കൈമാറ്റം ചെയ്യുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ പുണ്യ വിളിയിലേക്കാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പറയുന്ന ഞാനോ നിങ്ങളോ അതിന് തയ്യാറാണോ? അല്ല എന്നാകും പലപ്പോഴും നമ്മുടെ ഉത്തരം. കാരണം അക്രമത്തിൻ്റെയും അനീതിയുടെയും അഴിമതിയുടെയും ഭീകരതയുടെയും ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നത് ഭയാനകമായ ഭീതിജനകമായ ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. എങ്കിലും നാം എന്തിനു ഭയപ്പെടണം? കാരണം അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ, നമ്മിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ നമുക്ക് നൽകിയ ഒരു സ്നേഹ വാഗ്ദാനമുണ്ട്. അതെ, സഹായകനായ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്നുള്ളത്. ഈ ലോകത്തിലെ എന്തിനേയും ചേർത്ത് നിൽക്കാൻ ഇന്നും എന്നും എപ്പോഴും അവൻ നമ്മോടൊപ്പമുണ്ട്. ആയതിനാൽ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനത്തിനായി നമുക്ക് കാതോർക്കാം. തൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ നമുക്കും പങ്കുകാരാകാം. ഉറപ്പോടെ കരുത്തോടെ അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ പടുത്തുയർത്തലിൽ നമുക്കും പങ്കുചേരാം. സുവിശേഷവാഹകരാകാം, വിശ്വാസ പ്രഘോഷകരാകാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്കേവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.